എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കണ്ണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു, ശ്രുതി ഇളയച്ചനായിട്ട് അഭിനയിക്കാനായിട്ട് ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. ശ്രുതിക്ക് ആ ടെൻഷൻ, എന്റെ ദൈവമേ ഇനി എന്താ പോലും വരാത്തെ, ഇവിടെ ഉള്ളവരോട് താൻ എന്തൊക്കെ സമാധാനം പറഞ്ഞാലാ എന്നോർത്ത് ടെൻഷനിലിരിക്കുക. അയാളൊന്ന് വിളിച്ചു നോക്കിയാലോ. എങ്ങാനും വരാതിരുന്നിട്ടുണ്ടെങ്കിൽ മീരനെ താൻ ശരിയാക്കും. മീര ഒറ്റയെടുത്തി എല്ലാത്തിനും കാരണം. മീര പറഞ്ഞോണ്ട് ആ ഇറച്ചി വെട്ടുകാരനെ അഭിനയിപ്പിക്കാന്ന് തന്നെ വെച്ച ഇളയച്ചനായിട്ട്. അയാൾ ഇനിയിപ്പം വല്ല ഇറച്ചിക്കട തുറക്കാൻ പോയോ, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. ഒന്നാമത്തെ കാര്യം, കലാവതി മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇനിയിപ്പം മുത്തശ്ശിക്കൊക്കെ എന്തെങ്കിലും സംശയം തോന്നുന്നു. അങ്ങനെയൊക്കെ ഓർത്തും ശ്രുതി പെട്ടെന്ന് അയാളുടെ നമ്പറിലേക്ക് വിളിക്കുവാണ്. വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതെ മോള് വിഷമിക്കണ്ട, ഞാൻ വന്നുകൊണ്ടിരിക്കുവാന്ന് പറയാണ്. ഇന്നെങ്ങാനും ഒന്ന് വരുവോ? അതെ എത്തിക്കൊണ്ടിരിക്കുക, കൂടിപ്പോയ 4-5 കിലോമീറ്റർ. 4-5 കിലോമീറ്റർ ഉള്ള ഒന്ന് പെട്ടെന്ന് വരാൻ പറയണേ. അതെ ഞാനിവിടെ ഇരിക്കുവാന്ന് പറയണേ. ഇരിക്കുവോ? അതെന്താ? നമ്മൾ അങ്ങനെ പെട്ടെന്ന് വന്നാൽ അതിന്റെ ഒരു ഗുമ്മുണ്ടോ? നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് വരണ്ടേ? മലേഷ്യയിൽ നിന്നൊക്കെ വരുവാന്നല്ലേ പറയണേ. ഇച്ചിരി ജാടയോട് കൂടി വരണ്ടേ? അപ്പൊ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാന്നേ? നമുക്ക് വേണ്ടി എല്ലാവരും കാത്തു കിട്ടി ഇരിക്കട്ടെ. അയാളുടെ വിചാരം എന്താ? മീര പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇതൊരു ഓഡീഷനാണ്. ക്യാമറയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ തങ്ങളുടെ ഇതെല്ലാം പിടിച്ചെടുക്കും. താങ്ക അഭിനയിക്കാൻ കഴിവുണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണം സിനിമയിലേക്ക് അഭിനയിക്കാൻ എടുക്കാനായിട്ട്. അല്ലാതെ ഇതിപ്പം ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത് ശ്രുതിക്ക് വേണ്ടിയിട്ടാന്നുള്ള കാര്യമൊന്നും അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരിക്കലും ഇങ്ങനെ അഭിനയിക്കാനും വരത്തില്ല. ഒരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കത്തുമില്ല. അയാളുടെ വിചാരം തനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു അഭിനയമൊക്കെ കാഴ്ചവെക്കണം എന്ന് ഓർത്തോടാ അയാൾ വരുന്നതന്നെ. പിന്നീട് അയാൾ പറഞ്ഞു, ശരി ശരി ഞാൻ പെട്ടെന്ന് തന്നെ എത്തിയേക്കാന്ന് പറയണം. പിന്നീട് ശ്രുതി ഫോൺ വിളിച്ചിട്ട് അകത്തേക്ക് കയറി വരുമ്പത്തേനും ചന്ദ്രമതി ചോദിച്ചു, അല്ല മോളെ ഇപ്പോഴെങ്ങാനും എത്തും നിന്റെ ഇളയച്ചനെ നിൽക്കാം? ഇതേ ഇപ്പൊ വിളിച്ചു വെച്ചോളൂ, ഇപ്പൊ തന്നെ എത്തും ആന്റി, കുറച്ച് സമയം കൂടെ മതി എന്ന് പറയാം. ഓ ഇപ്പോഴും ഒരു സമാധാനമായത്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടുകയാണ്. അയ്യോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ റെസ്റ്റ് എടുക്കാണ്ട് മുറി കൊടുക്കണ്ടേ? ആകപ്പാടെ ചെറിയ വീടാ, കലാവതി മുത്തശ്ശിയുടെ വീടല്ലേ. അപ്പം പഴയ ടൈപ്പ് വീടായതുകൊണ്ട് അധികം മുറികളും കാര്യങ്ങളൊന്നും ഇല്ല. ദൈവമേ എവിടെയെങ്കിലും ഒന്നും കൊടുക്കണമല്ലോ. അപ്പൊ ആരുടെ മുറി കൊടുക്കും? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുമ്പോഴത്തേനും രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, നീ എന്താ ചന്ദ്രയെ മൂട്ടിന് തീ പിടിച്ചോലെ ഇങ്ങോട്ട് ഓടുന്നതെന്ന് ചോദിക്കുക. കലാവതി മുത്തശ്ശി, എന്റെ പൊന്ന് രവീന്ദ്ര, ദേ ഇന്നലെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ശ്രുതിയുടെ ഇളയച്ചൻ വരുവാന്നും പറഞ്ഞോണ്ട്. എന്തൊക്കെയാ അവൾ ഓടി നടന്ന് ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. പിന്നീട് അങ്ങോട്ട് വന്ന് ശ്രുതിയോട് ചോദിച്ചു, അല്ല മോളെ നിന്റെ ഇളയച്ചൻ ഇപ്പോഴെങ്ങാനും വരുവോ? വരുവോ അച്ഛമ്മ, എന്താ അങ്ങനെ വെച്ചേ? വന്നു കഴിഞ്ഞാലേ ഇവൾക്കൊരു സമാധാനം ആവുള്ളൂ. ഇവൾ എവിടെയെങ്കിലും ഒന്ന് കുറച്ചിരിക്കണമെങ്കിൽ നിന്റെ ഇളയച്ചൻ വരണം. ഇന്നലെ തൊട്ട് ഓട്ടം തുടങ്ങിയതാ, ഇപ്പൊ അവൾക്ക് ഇരിക്കാറായിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു കണ്ടില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടോണ്ടാണ് സച്ചി വരുന്നത്. സച്ചി പറഞ്ഞു, അച്ഛമ്മേ അതുകൊണ്ടൊന്നും അല്ല, മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് എന്തേലും ഇറക്കുമതി ചെയ്യുന്ന ഓർത്തോണ്ടാ അമ്മ ഇങ്ങനെ ഈ ഓട്ടപ്രദർശനം നടത്തുന്നതെന്ന് പറയണം. നീ ഒന്ന് പോടാ സച്ചി എന്ന് പറയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ. അല്ല അത് പിന്നെ ഞാൻ ആലോചിക്കുന്നേ, വന്നു കഴിയുമ്പോഴേ ഇവിടെ മുറി കൊടുക്കുന്ന. മുറിയോ? അതെ, അല്ല റെസ്റ്റ് ചെയ്യാണ്ട് മുറി കൊടുക്കണ്ടേ? ഓ അങ്ങനെ. ഈ സമയത്ത് ശ്രുതിയുടെ നേരെ നോക്കുവാണ് സച്ചി. അല്ല ഇവരുടെ അല്ലേ ഇളയച്ചൻ വരുന്നത്, ഒരു കാര്യം ചെയ്യാം ഇവരുടെ മുറി കൊടുക്കാൻ പറയണേ. ഇത് കേട്ട് ഞാൻ ശ്രുതി പറഞ്ഞു, അത് പറ്റത്തൊന്നുമില്ല, അത് ചെറിയ മുറിയാ, അതിനകത്ത് ശരിയാകത്തില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, വർഷയുടെ ശ്രീകാന്തന്റെ മുറി ഉണ്ടല്ലോ അത് കൊടുത്താൽ എന്താ കുഴപ്പം? അത് ഇച്ചിരി വലിപ്പമുള്ള മുറിയല്ലെന്ന് ചോദിക്കും. വർഷ പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല, പിന്നെ ഞങ്ങൾ എവിടെ കിടക്കുമെന്ന് ചോദിക്കുക. ഓഹോ അപ്പൊ നിങ്ങളുടെ ഇളയച്ചൻ വരുന്നത് നിങ്ങൾക്ക് മുറി കൊടുക്കാൻ പറ്റില്ല, അപ്പൊ ഞങ്ങൾ മുറി കൊടുക്കണം അല്ലേന്ന് ചോദിക്കാം. സച്ചി പറഞ്ഞു, കേട്ടില്ലേ അച്ഛാ, ഇളയച്ചൻ വരുവാന്ന് പറഞ്ഞു കഴിയുമ്പത്തിന് മുറിക്ക് വേണ്ടി രണ്ടുപേരും കിടന്ന് കടിപിടി കൂടുന്നിട്ടില്ലേ? അതൊക്കെ ഞാനും രേവതി, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രിയില് പുറത്ത് കട്ടിലെടുത്തിട്ട് അവിടെയാ കിടന്നേ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ഇവര് കണ്ടില്ലേ മുറി കൊടുക്കാൻ പോലും തയ്യാറല്ലെന്ന് പറയണേ. ഇത് കേട്ടൻ ചന്ദ്രപതിയോട്, സച്ചി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയേക്കെന്ന് പറയണം. പിന്നീട് സുധീരെ അടുത്ത് എന്നിട്ട്, എടാ സുധി, ദേ നിങ്ങളുടെ മുറി കൊടുത്താമെന്ന് പറയണം. അതെങ്ങനെ ശരിയാവാമേ? എന്നെ കൂടെ പറ്റില്ല പുറത്തൊന്ന് പോയി കിടക്കാനായിട്ട്. പുറത്ത് പോയി കിടന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണം. എടാ പുറത്ത് പോയി കിടന്നാൽ ശരിയാകത്തില്ലെന്ന് ആരാ പറയണ? നീയാ? പാർക്കിൽ പോയി വെറുതെ മുകളിലേക്ക് നോക്കി കിടന്ന് ഉറങ്ങിയിട്ടുള്ളവനല്ലേ നീ? എന്നിട്ടാണ് നീ പറയണത് നിനക്ക് പുറത്ത് കിടന്നാൽ ശരിയാകത്തില്ല, ഉറക്കം വരുത്തൊന്നുമില്ലെന്ന്. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, ദേ
പറയുന്നത് കേട്ടോ അമ്മ സച്ചി ഇങ്ങനെയൊക്കെ എന്തിനാ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എപ്പോഴും ശ്രുതിനെന്ന് ചോദിക്കാം. സച്ചി നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ശ്രുതിയുടെ ഇളയച്ചൻ വരുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയാം. പിന്നെ ഒരു ഇളയച്ചൻ വരുന്നു ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വരും സച്ചിക്ക്. ഇന്നലെ തൊട്ട് കേൾക്കാൻ തുടങ്ങിയത് ഒരു ഇളയച്ചൻ വരുന്നു പറഞ്ഞോണ്ട്. പിന്നീട് ശ്രുതി പറഞ്ഞു അമ്മേ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ മുടി കൊടുത്തോളാന്ന് പറയണം. ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു ശ്രുതി നീ ഒന്നും മിണ്ടായിരിക്കേ, നമുക്ക് എവിടെ ഹാളിൽ എവിടെയെങ്കിലും കിടന്നാ പോരേന്ന് ചോദിക്കാം. അയ്യോ അത് മോളെ അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇളയച്ചന് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഇളയച്ചൻ എവിടെയുള്ള അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാന്ന് പറയാണ്. ഇത് കേട്ടും ചന്ദ്രമതി എന്നാലും അങ്ങനെയല്ലോ, നമ്മൾ നമ്മുടേതായ ഒരു മര്യാദ കാണിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഈ സമയം സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഇളയച്ചനോട് ഒരു പായം തലേനെടുത്ത് പുറത്തിറങ്ങി കിടന്നോളാൻ പറയാണ്. ചന്ദ്രമതി സച്ചി നീ ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ നിൽക്കണ്ട, നീ പോയി ആ ഇളനീര് വെട്ടിക്കൊണ്ട് ഞാൻ പറയണ. ഇളനീരാ? അതെ, എന്താ മനസ്സിലായില്ലേ? കരിക്ക് എടുത്തോണ്ട് ഞാൻ പറയാണ്. അവിടെ തോട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പോയി വണ്ടി കൊണ്ട് പോയി എടുത്തോണ്ട് ഞാൻ പറയാം. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു അല്ല ഇത് എന്നെ ഇവിടുന്ന് മാറ്റാനുള്ള ട്രിക്കാണോ? അങ്ങനെ എന്നെ പറഞ്ഞു വിടാനും നോക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തിരികെ വരുമെന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് മഹേഷിനും കൂട്ടി സച്ചി അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് ബാന്ന് പറയാണ്. എങ്ങോട്ട്? അല്ല നമ്മുടെ മുറി കൊടുക്കാൻ നീ എന്തിനാ പറഞ്ഞു നിൽക്കും? അത് പിന്നെ ആരുടെയും മുറി കൊടുക്കണ്ടേ? അതെ വർഷ ശ്രീകാന്ത് മുറി കൊടുക്കാൻ തയ്യാറാകുമെന്ന് ചോദിക്കാണ്. പിന്നെ ഇപ്പൊ നമ്മളാരും അഡ്ജസ്റ്റ് ചെയ്തില്ലേ മതിയാവോളെന്ന് ചോദിക്കുക. എന്നാലും ഇല്ല വാന്നും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി എന്ത് രേവതിയുടെ അടുത്തേക്ക് ഇല്ലാണ്. രേവതി എന്നിട്ട് പറഞ്ഞു അതെ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കണം, അവര് വരുമ്പോഴത്തേനും കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം എന്ന് പറയാം. ഇത് കേട്ടോണ്ട് വന്ന് കലാവതി മുത്തശ്ശി ചോദിച്ചു അല്ല നീ എങ്ങോട്ട് പോവാ? അല്ല ഞാനിവിടെയൊക്കെ നീ കൂടുതലൊന്നും പറയണ്ട, അവര് വരുമ്പം കഴിക്കാനുള്ള ഫുഡൊക്കെ നീ ഉണ്ടാക്കണം, രേവതി ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അല്ല അത് പിന്നെ അമ്മേ ഞാന് നീ വേണമെങ്കിൽ നിന്റെ മരുമക്കളെയും കൂടെ വിളിച്ചോ, ആ ശ്രുതിയിലെ വർഷം കൂടെ ഇങ്ങ് വിളിക്കുക, നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറിക്കോ, അല്ലാതെ രേവതി അല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, ഞാനത് ഇന്നലെ പറഞ്ഞ കാര്യമെന്ന് പറയാണ്. ചന്ദ്രമതിക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ചന്ദ്രമതി അത് പിന്നെ അമ്മേ ഒരമ്മേനെ വിളിക്കണ്ട, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതി അടുക്കളയിലേക്ക് അങ്ങ് പോവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി എന്ത് ചെയ്യാ അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ടേ. അയ്യോ കാറ് കണ്ടതും മനസ്സിലായി ശ്രുതിയുടെ ഇളയച്ചനാണല്ലോ വരുന്നത്. ഇതേ ശ്രുതി ഓടി വാടാ, ദേ വന്നെന്ന് പറയാണ്. എന്താമ്മേ എന്താ കാര്യം നിൽക്കുക? ദേ വന്നു നിന്റെ ഇളയച്ചൻ വന്നു പറയാണ് ശ്രുതിയോട്. പിന്നീട് അവിടെ നിന്ന് വർഷേനെയും ശ്രീകാന്തിനെ രവീന്ദ്രനെ എല്ലാരെയും വിളിക്കണം, ഓടി വാ അദ്ദേഹം വന്നും പറഞ്ഞോണ്ട്. ഈ വെപ്രാളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ചിരിയാണ് ബാക്കി എല്ലാവർക്കും വരുന്നത്. ബാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വർഷയ്ക്ക് ശ്രീകാന്തിനും ഒക്കെ ഇത്രമാത്രം കിടന്ന് വെപ്രാളപ്പെട്ട കാര്യമുണ്ടോ? ഇളയച്ചൻ വരുമെന്നും പറഞ്ഞോണ്ട്. പിന്നീട് വാടാ മക്കളെന്നും പറഞ്ഞോണ്ട് സുധീനെ വിളിച്ചോണ്ട് ചന്ദ്രമതി ഓടിച്ചിറങ്ങി ചെല്ലുവാണ് കാറിന്റെ അടുത്തേക്ക്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്, ഒരു വലിയ ഇൻട്രോ കൊടുക്കാൻ പാകത്തിങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ശ്രുതി എന്നിട്ട് ഇളയച്ചാന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേനും പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങുവാണ്. പുതിയ ചെരുപ്പും പുതിയ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടാ വരുന്നത്, ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, വലിയ സ്റ്റൈലിൽ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഒരു നിമിഷം ചന്ദ്രമതി അത്ഭുതത്തോട് കൂട്ടി അയാളിങ്ങനെ നോക്കുകയാണ്. കൊള്ളാലോ, കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അയാൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ടാക്സി ഡ്രൈവർ സാർ 610 രൂപയെന്ന് പറയണ. 700 രൂപയാണെന്ന് പറയണം. അല്ല ചില്ലറ ബാക്കിയില്ല, താനിത് വെച്ചോ ടിപ്പായിട്ട് കൂട്ടിക്കോളാൻ പറയാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു ഇതാണോ ശ്രുതി പറഞ്ഞേ? അമ്മയെന്ന് പറയണ. അതെ ഇതാന്ന് പറയണ. ഇതിപ്പോ ഒരു സന്തോഷം ചന്ദ്രമതിക്ക് വേറെയില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് മോള്. അമ്മായിമ്മല്ല സ്വന്തം അമ്മയെ പോലെ എന്നെ കാണുന്നതെന്നൊക്കെ. ഇത് കേട്ടത് ചന്ദ്രമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ചന്ദ്രമതി ഞാൻ അങ്ങനെയാ മോളെ കാണുന്നേ, എന്റെ മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ടാ കാണുന്നതെന്ന് പറയാണ്. ഇച്ചിരി പൊക്കി അങ്ങോട്ട് പറയാണ്. പിന്നീട് ശ്രുതി പറഞ്ഞു അതെ ലഗേജ് ഒക്കെ എടുക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു ഞാനോ? പിന്നെ ആരാ എടുക്കാൻ പറയാണ്. അങ്ങനെ ശ്രുതിയുടെ കൂടെ ചന്ദ്രമതിയും കൂടെ ലഗേജ് എടുക്കാൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ശ്രുതിയെ കയറി കെട്ടിപ്പിടിക്കുകയാണ് അയാൾ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അതെ ഈ ടച്ചിങ്സ് ഒക്കെ വേണ്ട, അങ്ങ് നീങ്ങി എന്നാ മതി. അല്ല ഞാൻ ഫോറിൻ ഒക്കെ വന്നതല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ വേണ്ടേ? ഫോറിൻ കൺട്രീസിലൊക്കെ ഇങ്ങനെയല്ലേന്ന് ചോദിക്കാം. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടാന്ന് പറയാണ്. എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി നിർത്തുകയാണ്. പിന്നീട് ചന്ദ്രമതി എന്താ ഇവിടെ നിൽക്കുന്നത്, ബാ അങ്ങോട്ട് കയറി പാന്ന് പറയണം. അങ്ങനെ അവരകത്തേക്ക് അവിടെ വരുമ്പോഴത്തേനും പുറത്ത് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കലാവതി മുത്തശ്ശനെ കണ്ടിട്ട് ശ്രുതി പറഞ്ഞു ഇതാണ് അച്ചമ്മയെന്ന് പറയാണ്, ശ്രുതിയുടെ അച്ചമ്മയെന്ന് പറഞ്ഞു. ഓ മനസ്സിലായി. അങ്ങനെ പിന്നെ പരിചയപ്പെടുവാണ്. അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. ആ ഇംഗ്ലീഷ് വെച്ച് എല്ലാം തട്ടിക്കുട്ടി അങ്ങോട്ട് വിടുവാണ്. അകത്തേക്ക് കയറി തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി അയ്യോ ആരതിയൊക്കെ ഒഴിഞ്ഞു വേണം കയറ്റാനെന്ന് പറയാ. ആരതിയോ? രേവതി നീ ഇത് എന്ത് നോക്കിയിരിക്കുക, പോയി ആ ആരതി ഇങ്ങ് എടുത്തോണ്ട് ഞാൻ പറയണേ. രേവതി ആരതി എടുത്തോളൂ. പിന്നീട് ശ്രുതിയോട് ഒരു മോളെ ആരതി മേടിച്ച് ചുഴിയാൻ പറയണം. വർഷേനെ കൂടെ വിളിക്കണം. വർഷം ഞാൻ വരുന്നില്ല ആന്റി എന്ന് പറയണേ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ? മോളും കൂടെ വന്ന് പിടിക്കാൻ പറയണം. വേണ്ട, ഞാൻ ചിലപ്പോ ആരത്തട്ടെടുത്ത് ഇനി കാലയിലെങ്ങാനും തീപ്പൊരിയോ തീ എന്തേലും വീണ അത് മതി എന്ന് പറയണം. ഇത് കേട്ടോ അയാളൊന്ന് ഞെട്ടി. അയ്യോ തീ വീഴിക്കാനാണോ? വേണ്ട ഇതൊന്നും വേണ്ടാന്ന് പറയണം.
അതൊന്നും കുഴപ്പമില്ല, വർഷം മോളെ വരാനൊക്കെ പറയണം. അങ്ങനെ വർഷം കൂടെയൊക്കെ വന്ന് തട്ട് പിടിച്ച് ആരതി പിഴിഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറ്റുവാണ്. അകത്തേക്ക് കയറി പോകുമ്പോഴത്തേനും വീടൊക്കെ ഒന്ന് നോക്കി. ഇത് പഴയ വീടല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, ആ പഴയ വീടാ, ഇത് ഉടനെ ഞങ്ങൾ പൊളിച്ചു മാറ്റാതിരിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടത് ചന്ദ്രമതിനെ കലാവതി മുത്തശ്ശി ഒന്ന് നോക്കുവാണ്. മുത്തശ്ശിനെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീ എന്താ പറഞ്ഞേ, ഈ വീട് പൊളിക്കാൻ പോവാന്നോ? ഒരു കാര്യം ചെയ്യാ, ഇത് പഴയ വീടാന്നും പറഞ്ഞിട്ടല്ലേ നീ പൊളിക്കാൻ പോകുന്നേ? നിനക്കും കുറച്ച് പഴക്കമുണ്ടല്ലോ, അന്നാ ഒരു ബുൾഡോസർ നിന്നെ അങ്ങോട്ട് തകർക്കട്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ചന്ദ്രമതിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഈ സമയം അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, പഴയതല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങ് സിംഗപ്പൂർ ഇങ്ങനത്തെ ഒന്നും വീടൊന്നും കാണാനില്ലെന്ന് പറയാണ്. സിംഗപ്പൂരോ? ഒന്നും മനസ്സിലാകുന്നില്ല. അല്ല മലേഷ്യ എന്നല്ലേ പറഞ്ഞേ, പിന്നെ എങ്ങനെ സിംഗപ്പൂര്? ശ്രുതിയും ചന്ദ്രമതി എല്ലാം പരസ്പരം നോക്കുവാണ്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ ഇളയച്ചനുണ്ടല്ലോ സിംഗപ്പൂരിലും ഇത് കടകളൊക്കെ ഉണ്ടെന്ന് പറയണ. ആ ശരിയാ, സിംഗപ്പൂരിലും ഉണ്ട്, സിംഗപ്പൂരിലും എനിക്ക് കടയുണ്ട്, മലേഷ്യയിലും കടയുണ്ടെന്ന് പറയണം. പെട്ടെന്ന് അങ്ങോട്ട് പ്ലേറ്റ് അങ്ങോട്ട് മാറ്റുവാണ്. ഒരു നിമിഷം എല്ലാരും ഒന്ന് സംശയിച്ചു പോയായിരുന്നു. ഈ സമയം ശ്രുതി വളരെ വിദഗ്ധമായിട്ട് അവിടെ കിടന്ന് കളിച്ചു. പിന്നീട് വന്നിരിക്കാനൊക്കെ പറയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അല്ല അച്ഛൻ എന്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, അച്ഛൻ പണ്ടേ മരിച്ചുപോയി. അച്ഛൻ ചെറുതിലൊക്കെ നല്ല വീട് വലിക്കുമായിരുന്നു, വീട് വലിച്ച അവസാനം TV വന്നാൽ മരിച്ചുപോയെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി രവീന്ദ്രനൊക്കെ പരസ്പരം നോക്കണം. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. കലാവതി മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ ആ കാര്യമല്ല ചോദിച്ചേ, ശ്രുതിയുടെ അച്ഛന്റെ കാര്യം ചോദിച്ച. ഓ അങ്ങനെ, ഏട്ടനോ മലേഷ്യ ബിസിനസ് അല്ലേ, ഇന്ന് മലേഷ്യയിലാണ്, നാളെ ലണ്ടനായിരിക്കും, പിറ്റേ ദിവസം അമേരിക്കയിലായിരിക്കും. അങ്ങനെ ഭയങ്കര തിരക്കാന്തേ, അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. പിന്നെ ഈ ദീപാവലിയും പൊങ്കലും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പൊ ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടും കൂടെ ഞാൻ വന്നാന്ന് പറയാണ്. പിന്നീട് ആ ലഗേജ് ഒക്കെ ഇങ്ങോട്ട് എടുക്കാൻ പറയാണ്. അങ്ങനെ ആ ലഗേജ് എടുത്തു. അതിനകത്ത് കുറച്ച് കവറുകളും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, മോളെ പോയി തട്ടെടുത്തോണ്ട് വരാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു, ദേ പോയി അകത്ത് പോയി തട്ടും കൊടുത്തോണ്ട് വരാൻ പറയണേ. ഇത് കേട്ട രേവതി ഒന്നും മിണ്ടാൻ നിൽക്കുവാണ്. പെട്ടെന്ന് കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ നീ എന്താ കാണിക്കും ഇവിടെ, നീ പോയി എടുത്തോണ്ട് വരാൻ പറയണ. അല്ല അത് പിന്നെ അമ്മ നീ അങ്ങ് എടുത്തോണ്ട് വന്നാൽ മതി എന്ന് പറയാണ്. ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് ചെല്ലുവാണ്. ഈ തട്ട് എവിടെയാ കൊണ്ടേ വെച്ചിരിക്കുന്നത്? ദേഷ്യം വന്നിട്ട് പാത്രം എടുത്ത് താഴേക്ക് ഇട്ടു. കലാവതി മുത്തശ്ശി വെച്ച്, എന്താ അവിടെ? അല്ല ഞാനത് തട്ട് നോക്കുന്നാന്ന് പറയണം. പിന്നീട് തട്ടെടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു. അതിനകത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളെല്ലാം ഫ്രൂട്ട്സ് സാധനങ്ങളെല്ലാം വെച്ച് പിന്നീട് കൊടുന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെക്കുവാണ്. ഈ സമയം ശ്രുതി പതൊക്കെ തോണ്ടിയിട്ട് പറഞ്ഞു, ബ്രേസ്ലെറ്റ് എന്ന് പറയണോ? ഓ ആ കാര്യം ഞാൻ മറന്നുപോയി. അതെ ശ്രുതിക്ക് വേണ്ടിയിട്ട് മരുമോന് കൊടുക്കാനായിട്ട് അതെ അമ്മായിച്ചനാണെങ്കിൽ ഒരു സാധനം കൂടെ തന്നു വിട്ടണമെന്ന് പറയണ. എന്ത് സാധനം? അത് ഒരു ഓംലേറ്റ് കൊടുക്കണമെന്ന് പറയാണ്. ഓംലേറ്റാ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും പരസ്പരം നോക്കണം. വർഷ ചോദിച്ചു, അതെന്താങ്ങളെ അവിടുന്ന് വന്നപ്പോഴത്തേനും മുട്ടയായിട്ട് വന്നേ ഓംലേറ്റ് കൊടുക്കാനായിട്ട്. ഇത് കേട്ടപ്പോ അയാൾക്കും ഒരു ചേട്ടാ, അയാൾ പറഞ്ഞു തിരിഞ്ഞു പോയതാ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞ, പക്ഷെ അയാൾക്ക് അത് കിട്ടിയില്ല. പെട്ടെന്ന് പറഞ്ഞപ്പോ ഓംലേറ്റ് ആയിപ്പോയി. ഇറച്ചി വീട്ടുകാരനാണല്ലോ, പെട്ടെന്ന് ആ വാക്കങ്ങോട്ട് കിട്ടിയില്ല. ഈ സമയം ശ്രുതി പറഞ്ഞു, ഈ ഇളയച്ചന്റെ ഒരു തമാശ, ഇളയച്ചൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തമാശകളൊക്കെ പറയുന്നേ, ഓംലെറ്റ് അല്ല ബ്രേസ്ലെറ്റ് വന്ന് പറയാൻ വന്ന. ഇത് കേട്ട ശ്രുതിയുടെ കണ്ണൊന്നും മഞ്ഞളിച്ചു. ധീമേ തനിക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ആയിട്ടാണോ വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടാവും. പിന്നീട് ശ്രുതിയുടെ കയ്യിലേക്ക് അതൊക്കെ കൊടുക്കുവാണ്. ശ്രുതിക്ക് എന്തെന്നില്ല സന്തോഷം, അതിനേക്കാളും സന്തോഷമാണ് ചന്ദ്രമതിക്ക്. കൊള്ളാം, മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ, നല്ല കാര്യമായിട്ട് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷമായിരുന്നു മനസ്സറിയ. പിന്നീട് രേവതി വെള്ളം എല്ലാം കൊണ്ടുവന്ന് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ. സച്ചി കരിക്കൊക്കെ ആയിട്ട് വരുവാണ്. മഹേഷ് എടാ മലേഷ്യ എന്നൊക്കെ വരുന്നതല്ലേ, അങ്ങനെയാണ് വിദേശ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും മിക്കവാറും ഇളയച്ചെന്ന് പറയാം. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അതെന്താടാ ഞങ്ങളെ പുച്ഛമാണോ? ഇളനീരിനകത്ത് ഒഴിച്ചു കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പറയാം. ഇതൊന്നും മിണ്ടായിരിക്കും നീ. മനുഷ്യ അവിടെ സമാധാനം കളയാനായിട്ട് അവളുടെ ഇളയച്ചനെ ഒന്ന് കാണാനായിട്ടാ ഞാനും ഇരിക്കണേന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറി വരണം. അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ അയാളൊന്ന് നോക്കി സച്ചിനെ നോക്കിയിട്ട് ഇത് ആരാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, ഇത് ശ്രുതിയുടെ അനിയനാ സച്ചി എന്ന് പറയണോ. ഓ ഇയാളാണ് ആ കള്ളുകൂടിയെന്ന് ചോദിക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എല്ലാരും ഒരു നിമിഷം പരസ്പരം നോക്കുക. സച്ചിക്ക് അടിമുടി അങ്ങോട്ട് പെരുത്ത് കയറി. അല്ല അത് പിന്നെ ഇളയച്ചൻ അത് പിന്നെ പെട്ടെന്ന് കലാവതി മുത്തശ്ശി കള്ളുകൂടിയനോ? ആരാ കള്ളുകൂടിയൻ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ശ്രുതിയോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് രേവതി ഇളയച്ചനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല. ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അങ്കിള് തെറ്റിദ്ധരിച്ചാന്ന് പറയാണ്, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞെന്ന് പറയാണ്. പിന്നീട് അയാളെ നോക്കണം. പിന്നെ അയാളൊന്നും ആ സമയത്ത് മിണ്ടിയില്ല. അയാൾക്ക് മനസ്സിലായി താൻ പറഞ്ഞ തെറ്റായി പോന്നുള്ള കാര്യം.
പിന്നീട് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. സച്ചിക്കാണെങ്കിൽ വലിച്ചു കയറാനുള്ള ദേഷ്യം വന്നു ശ്രുതിനെ എല്ലാവരുടെ മുന്നിൽ തന്നെ നാണം കെടുത്താനായിട്ട്. ആ സമയം വർഷ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ലെങ്കിലെ ഈ മലേഷ്യയിലാന്ന് പറഞ്ഞല്ലോ, മലേഷ്യയിൽ എവിടെയാന്ന് ചോദിക്കണം. ഇത് കേട്ടത് അയാളോട് മലേഷ്യയില്, എന്നാലും മലേഷ്യയില് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥലങ്ങളുടെ പേരങ്ങോട്ട് പറയാണ്. ഇതെല്ലാം കേട്ട് കണ്ണും മിഴിഞ്ഞ് അയാൾ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അയാൾ വെച്ച് ഇതൊക്കെ എന്താ കഴിക്കുന്ന വല്ല ഫുഡിന്റെ പേരാണെന്ന് നിൽക്കും. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഇങ്ങനത്തെ പേര് ഞാൻ കേട്ടിട്ടില്ലെന്ന് പറയാം. അല്ല അങ്കളപ്പം മലേഷ്യയിലല്ലേന്ന് ചോദിക്കും. മലേഷ്യയിലുള്ള സ്ഥലപ്പേരാ ഞാൻ പറഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അയാൾക്ക് അബദ്ധം മനസ്സിലായി. അയാൾക്കതിന് മലേഷ്യനെ കുറിച്ച് വല്ലതും അറിയാവോ? ശ്രുതി ഓർത്ത് പെട്ടല്ലോ എന്നോർത്തു. സച്ചിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ്. ഇയാൾ മലേഷ്യയിലാണ്, എന്തുകൊണ്ട് അയാൾക്ക് മലേഷ്യയിലെ സ്ഥലപ്പേര് പോലും അറിയത്തില്ലാതെ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് ഓർത്ത് സച്ചി ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ. കാരണം ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല. ശ്രുതിയുടെ കള്ളത്തരം ചിലപ്പോൾ പൊളിച്ചെടുക്കും സച്ചിയുടെ മനസ്സിൽ ചില ടെൻഷൻ, ചില കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട്, സംശയങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.